ഹലോ, നമസ്കാരം. എൻ്റെ പേര് മിഥുൻ എം ദാസ്. ആക്ടറാണ്. കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയാത്തവർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കളയാം എന്ന് കരുതിയിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കാൻ തീരുമാനിച്ചത്. ആദ്യം തന്നെ ഒരുപാട് സന്തോഷം. കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ എന്നെക്കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത സിനിമകളെക്കുറിച്ചോ ഇനി ഇറങ്ങാനുള്ള സിനിമകളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ കഴിയുക എന്നുള്ളത്. ഇപ്പോൾ അവസാനം ഞാൻ അഭിനയിച്ച് റിലീസായ സിനിമ എന്ന് പറയുന്നത് പുലിയാട്ടമാണ്. സുധീർ കരമന നായകനായിട്ട് ഞാൻ സഹനായകനായിട്ടുള്ള ഇത്തിരി ഓഫ് ബീറ്റ് പരിപാടിയായിരുന്നു. നമ്മൾ പുലികളെയൊക്കെ ബേസ് ചെയ്തിട്ട്. അതാണ് അവസാനം റിലീസായ സിനിമ. പിന്നെ വേല, വാശി, അതിനു മുമ്പ് കൽക്കി, കുഞ്ഞൽദോ. ഈ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളവർ അതിലൊക്കെ എവിടെയെങ്കിലൊക്കെ എൻ്റെ മുഖം കണ്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. തുടക്കം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളതൊന്ന് പറഞ്ഞു തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. സിനിമയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ സിനിമയുടെ ഭാഗമാകാനായിട്ടോ ഒക്കെ വരുന്ന എല്ലാവർക്കും 90% പേർക്കും പറയാനുള്ള കഥയ്ക്ക് ഒരു സാമ്യമൊക്കെ കാണും. സ്ട്രഗിൾ ചെയ്തതിൻ്റെയും തിരസ്കരിക്കപ്പെട്ടതിൻ്റെയും അതിൽ നിന്ന് എവിടെയെങ്കിലുമൊക്കെ ഒരു വെള്ളി വെളിച്ചം കണ്ട് ഒരു വെള്ളിയാഴ്ച നമ്മുടേതായി മാറി രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നവരുടെയും രക്ഷപ്പെട്ടവരുടെയും അതുപോലൊക്കെ തന്നെ ഉള്ള അനുഭവങ്ങളൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ. അഭിനേതാവണം അല്ലെങ്കിൽ ആക്ടർ ആവണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം തുടങ്ങുന്നത് ശരിക്കും സ്കൂൾ കാലഘട്ടത്തിൽ തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ദിലീപ് നാദിർഷാ ഗ്രൂപ്പിൻ്റെ നാദ് ഗ്രൂപ്പിൻ്റെ ദേമാവലി കൊമ്പത്ത് എന്ന് പറയുന്ന കാസറ്റൊക്കെ ഇറങ്ങിയിരുന്ന ഒരു കാലഘട്ടമാണ്. ഞാനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം. അപ്പോൾ അത്തരം പാരഡി കാസറ്റുകൾ കേട്ട് അതിലുള്ള ചില ശബ്ദങ്ങൾ അത് കേട്ടിട്ട് മിമിക്രി ചെയ്തിട്ടൊക്കെയാണ് എൻ്റെ ഒരു സ്കൂൾ കാലഘട്ടത്തിൻ്റെ തുടക്കം. അങ്ങനെ ആ സമയത്തുള്ള ചില ക്യാമ്പുകൾ ഒക്കെ അറ്റൻഡ് ചെയ്യും. സ്കൂളിൽ നിന്ന് വിട്ടിട്ടുള്ള ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യും. അവിടെ ചെറിയ സ്കിറ്റും മിമിക്രിയും ഒക്കെ ചെയ്ത് ഉള്ള ഒരു തുടക്കത്തിൽ നിന്നാണ് ശരിക്കും അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം തുടങ്ങുന്നത്. പിന്നെ അതിങ്ങനെ കുറച്ചു കാലം മനസ്സിൽ കൊണ്ട് നടന്നു. കാരണം ആ സമയത്തൊന്നും നമ്മുടെയൊക്കെ ഒരു സാധാരണ കുടുംബമാണ്, സാധാരണ വീടാണ്. അപ്പോൾ നമുക്കൊന്നും സിനിമ എന്ന് പറയുന്നത് അങ്ങനെ സ്വപ്നം കാണാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഓടിച്ചെന്ന് കയറാൻ പറ്റുന്നതോ ആയിട്ടുള്ള സ്ഥലമേ അല്ല. ആലോചിച്ചാൽ തന്നെ നമുക്ക് തന്നെ സ്വയം പേടി തോന്നും. ഇതൊക്കെ ആലോചിച്ച ജീവിതം സെറ്റാവൂ എന്നുള്ള പേടിയൊക്കെ തോന്നും. ആലുവ UC കോളേജിലാണ് ഞാൻ ഡിഗ്രിയും പിന്നെ PGയും പഠിച്ചത്. മലയാളമായിരുന്നു. ക്യാമ്പസാണ് സത്യത്തിൽ നീ നടനാവണം എന്ന് എന്നെ പറഞ്ഞു പഠിപ്പിച്ചതും എന്നെ സപ്പോർട്ട് ചെയ്തതും മുന്നോട്ട് കൊണ്ടുപോയതും ഒക്കെ. മാർക്കോ സാർ, മ്യൂസ് ടീച്ചർ, പിന്നെ എൻ്റെ കുറേ സുഹൃത്തുക്കൾ, പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മാത്തുക്കുട്ടി, കുഞ്ഞൽദൊക്കെ നിങ്ങൾ കണ്ടാണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ്, അങ്ങനെ എൻ്റേതായിട്ടുള്ള ഞങ്ങളുടെ ഒരു സറൗണ്ടിങ്സ് കൂട്ടുകാർ, ഞങ്ങളുടെ നാടകങ്ങളുടെ കാലത്ത് ചെയ്തിരുന്ന നാടകങ്ങൾ. മാർക്കോ സാർ ഒരു നാടക ട്രൂപ്പൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ സ്ഥിരം നാടകങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അന്നൊക്കെയാണ് ഈ പണി നമുക്ക് പറ്റുമായിരിക്കും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയും മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഒരാൾ ഇനി എന്ത് ചെയ്യണം ജീവിതത്തിൽ എന്ന് നമ്മൾ പകച്ചു നിന്നൊരു സമയത്ത് നീ അഭിനയിക്കാൻ ശ്രമിക്കുക, സിനിമകളിൽ അവസരം ചോദിക്കുക, അല്ലെങ്കിൽ അഭിനയം പഠിക്കാൻ പോകൂ എന്ന് പറഞ്ഞത് എൻ്റെ ഒരു അധ്യാപകനാണ്. ഒരു അധ്യാപകൻ നമ്മുടെ അടുത്ത് അങ്ങനെ വന്ന് പറയുമ്പോൾ നമുക്കും തോന്നുമല്ലോ, അപ്പോൾ കുഴപ്പമില്ല, ഈ പരിപാടി നമുക്ക് പറ്റുമായിരിക്കും എന്ന് തോന്നുമല്ലോ. പിന്നെ മ്യൂസ് ടീച്ചറാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു സിനിമാക്കാരൻ്റെ നമ്പർ തരുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രശസ്ത ഡയറക്ടർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നിട്ട് നീ വിളിക്കുക, ചിലപ്പോൾ അവസരം തരും, ടീച്ചറുടെ ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഒരു 2007 കാലഘട്ടത്തിൽ ആദ്യമായിട്ട് വിളിക്കുന്ന സംവിധായകനും അത് തന്നെയാണ്. ഈ 2007 പറയാൻ കാരണം അന്ന് മുതലാണ് ശരിക്കും ഈ ഓഡീഷൻസ് ഒക്കെ കൊടുത്തു തുടങ്ങിയത്. അറ്റൻഡ് ചെയ്യാത്ത ഓഡീഷൻസ് ഇല്ല, ഒരുപാട് ഓഡീഷൻസ്, നല്ലതും ചീത്തയുമായിട്ടുള്ള ഓഡീഷൻസ്, നമ്മൾ കളിയാക്കുന്ന ഓഡീഷൻസ്, നമുക്ക് ഗുണമാവുന്ന ഓഡീഷൻസ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സിനിമക്കാർ തന്നെ നമ്മൾ ഒരുപാട് അകലെ നിന്ന സിനിമക്കാരെ കണ്ടിട്ടുള്ളൂ. ലൈഫിലുണ്ടായ ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഗുണം എന്ന് പറയുന്നത്, ഞാൻ റേഡിയോയിൽ ജോയിൻ ചെയ്തതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, RJ മിഥുൻ എന്ന പേരിൽ റെഡ് FM ഒരു 7 കൊല്ലത്തോളം RJ ആയിരുന്ന ആ RJ ഞാൻ തന്നെയാണ്. ആ റേഡിയോ കാലഘട്ടമാണ് പിന്നെ നമുക്ക് സിനിമയിലേക്കുള്ള അടുത്ത വഴി തെളിച്ച് തന്നതും. ഡിഗ്രി PGക്കൊക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചു കാലം ന്യൂസിൽ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ റേഡിയോയുടെ ഇൻ്റർവ്യൂ വരുന്നത്. അത് ഭയങ്കര രസമായിരുന്നു. കാരണം നമ്മളൊക്കെ അന്ന് എല്ലാവരെയും പോലെ തന്നെ, ആ ഒരു കാലഘട്ടത്തിലുള്ളവരെ പോലെ തന്നെ, പ്രൈവറ്റ് റേഡിയോസിനെ കുറിച്ചൊന്നും ഒരു അറിവും കേട്ടുകേൾവി പോലും ഇല്ല. നമ്മളാകെ ആകാശവാണിയുടെ ഫോളോവേഴ്സ് ആയിരുന്നല്ലോ. അങ്ങനെ ഒന്നും അറിയാതെ തുടങ്ങിയ ഒരു മേഖല തന്നെ റേഡിയോ. പിന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ, ആദ്യത്തെ ഒരു 1-2 കൊല്ലത്തോളമുള്ള ഹാർഡ് വർക്ക് ഞങ്ങളുടെ അന്നത്തെ ഒരു ടീം നല്ലൊരു ടീം തന്നെയായിരുന്നു. 2008 മുതൽ ആദ്യത്തെ കൊച്ചിയിലെ റെഡ് FM വോയിസസ് ആയിട്ടുള്ള കുറേ പേരുണ്ട്. അജീഷ്, അഖിൽ, രാജേഷ്, മാത്തുക്കുട്ടി, മണികണ്ഠൻ, ഷാഫി എന്നൊക്കെ പറഞ്ഞ്, സുകന്യ, പിന്നെ അന്നത്തെ മ്യൂസിക് ടീം അവിടുത്തെ. അതൊരു ബെസ്റ്റ് ടൈമായിരുന്നു. റേഡിയോനെ കുറിച്ച് മാത്രമല്ല, അവിടെ വെച്ച് സിനിമയെക്കുറിച്ച് ഒരുപാട് പഠിച്ചു, സിനിമക്കാരെ കണ്ടു, സിനിമക്കാരെ പരിചയപ്പെട്ടു, സിനിമയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും നിൽക്കാൻ പറ്റി. അന്നൊക്കെ ഷോർട്ട് ഫിലിംസ് പതുക്കെ ഇങ്ങനെ തുടങ്ങി വരുന്ന സമയമാണ്. ആ സമയത്താണ് ഒരു ആക്ടർ എന്ന രീതിയിൽ ആദ്യത്തെ ഒരു വലിയ വർക്ക് ചെയ്യുന്നത് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട്. അത് കോഴി ബിരിയാണി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമായിരുന്നു. ഞാനും ഷാഫിയും അഭിനയിച്ചു, മാത്തുക്കുട്ടി ഉണ്ടായിരുന്നു ഗസ്റ്റ് റോളിൽ,
ഞങ്ങളുടെ കുറേ കൂട്ടുകാരൊക്കെ കൂടി ചേർന്ന് ചെയ്ത ഒരു പരിപാടിയാണ്. അത് അന്ന് യൂട്യൂബിൽ കുറേ പേരൊക്കെ കണ്ടു. ഇപ്പോഴും കോഴി ബിരിയാണി ഫോളോവേഴ്സ് ഇപ്പോഴും ഉണ്ട്. കാരണം എനിക്കും ഷാഫിക്കും ഒക്കെ ഇപ്പോഴും പേഴ്സണലി മെസ്സേജുകൾ വരാറുണ്ട്. ചില സിനിമകളൊക്കെ എൻ്റെ കണ്ടിട്ട് ചേട്ടൻ കോഴി ബിരിയാണിയിൽ അഭിനയിച്ച ചേട്ടനല്ലേ എന്നൊക്കെ ചോദിച്ചൊക്കെ മെസ്സേജ് വരും. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം അന്നത് ഇറങ്ങിയ സമയത്ത് യൂട്യൂബിൽ കുറേ പേരൊക്കെ കണ്ടു. എനിക്ക് തോന്നുന്നു 1 ലാക്ക് 2 ലാക്ക് വ്യൂ ഒക്കെ അന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു 2010-11 ഈ കോഴി ബിരിയാണി റിലീസാവുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോഴും അതൊക്കെ ഓർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു ധൈര്യമാണ്. കാരണം ഇപ്പോഴും നമ്മുടെ സ്ട്രഗ്ലിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എവിടേക്കോ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്തെങ്കിലും നമ്മൾ രക്ഷപ്പെടുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാവുന്നത് അത്തരം കാര്യങ്ങളാണല്ലോ. അങ്ങനെ എനിക്കൊരു ആദ്യത്തെ സിനിമ കിട്ടുന്നത്, ഞാൻ ആദ്യം അഭിനയിക്കുന്നത് ആനമയിലൊട്ടകം എന്ന് പറയുന്നൊരു സിനിമയാണ്. പക്ഷേ റിലീസാവുന്ന ആദ്യത്തെ സിനിമ സപ്തമശ്രീ തസ്കരഹ, നമ്മുടെ അനിൽ രാധാകൃഷ്ണ മേനോൻ ഡയറക്റ്റ് ചെയ്ത പൃഥ്വിരാജും ആസിഫൊക്കെ അഭിനയിച്ച സിനിമ. ഇനി കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അവസാനം വരുന്ന ഒരു തമിഴൻ ഞാനാണ്. പക്ഷെ അതിനു വേണ്ടി ശരിക്കും പറഞ്ഞാൽ ആദ്യം കിട്ടുന്ന ഒരു സിനിമ, ആദ്യം കുറച്ച് വലിയ റോളൊക്കെ ആയിരുന്നു, പിന്നീട് അത് മാറിപ്പോയതൊക്കെയാണ് സ്ക്രിപ്റ്റിലെ ചേഞ്ചൊക്കെ കാരണം. അതിൻ്റെ അകത്ത് ആ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കൊല്ലത്തോളം കുറേ നടന്നിരുന്നു. ഇങ്ങനെ മുടിയും താടിയൊക്കെ നീട്ടി വളർത്തി വെയിലൊക്കെ കൊണ്ട്, അല്ലെങ്കിൽ ബ്ലാക്കാണ് എന്നാലും ഒന്നും കൂടി ടാൻ അടിപ്പിക്കാം. കാരണം അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് ഡിഫൈൻ ചെയ്തിരുന്നത്. അതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ്. പക്ഷേ ആ സിനിമ അന്ന് ഇറങ്ങി ഹിറ്റായി. എൻ്റെ സറൗണ്ടിങ്സിലുള്ള കുറേ പേരൊക്കെ സിനിമ പോയി കാണുകയും, നാട്ടുകാർക്ക് മനസ്സിലാവില്ലായിരുന്നു, പക്ഷേ സറൗണ്ടിങ്സിലുള്ളവർക്കൊക്കെ ഞാനാണെന്ന് മനസ്സിലാവുകയും നീ മുന്നോട്ട് പോ എന്നുള്ളൊരു ഉറപ്പ് തരികയൊക്കെ ചെയ്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഇതിപ്പോൾ 2024 20ഓളം സിനിമകൾ ചെയ്തു. ചെറിയ ചെറിയ വേഷങ്ങളും കുറച്ച് വലിയ വേഷങ്ങളും ഒക്കെ ആയിട്ട് ലൈഫിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പിന്നീട് ഉപകാരമാവും എന്ന് ഇപ്പം സിനിമയിൽ പോലും എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ കൂടെ നിന്ന സ്ഥലങ്ങളിൽ നിന്നോ ഒന്നും നല്ല റോളുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ ചിലപ്പോൾ അത്ര വില കൽപ്പിക്കാതെയൊക്കെ പോകും. പക്ഷേ എനിക്ക് വന്നിട്ടുള്ള നല്ല റോളുകളെല്ലാം ഞാൻ അപ്രതീക്ഷിതമായിട്ട്, അതിപ്പോൾ കൽക്കിയായാലും കുഞ്ഞൽദോ പിന്നെ എൻ്റെ കൂട്ടുകാരൻ ചെയ്ത സിനിമയാണ്, അവൻ എന്നെ പണ്ട് മുതലേ അറിയാവുന്നതുകൊണ്ട് അവൻ ആ സിനിമ വന്നു. അതിനുശേഷം ഇപ്പോൾ പുലിയാട്ടോ ആയാലും ഇപ്പോൾ ഇനി ഇറങ്ങാനിരിക്കുന്ന ഒരു റൊണാൾഡോ ചിത്രം എന്ന് പറയുന്ന സിനിമയായിട്ടൊക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകൾ ചിലപ്പോൾ നമ്മൾ നോട്ട് ചെയ്യും. അത് നമ്മൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ട് എല്ലാവരും പറയുന്ന പോലെ തന്നെ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നാൽ അതിന് അത്രയും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരും എന്ന് പറയുന്നത് ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അത് ചെറിയ വേഷങ്ങളിൽ ഉൾപ്പെടെ ഞാൻ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ചെയ്ത ചെറിയ വേഷങ്ങൾ കണ്ടിട്ട് നമുക്ക് വലിയ വേഷങ്ങളിൽ വന്നും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന സാധനങ്ങളാണ്. അങ്ങനെ എൻ്റെ ലൈഫിലുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ കരാത്തെ മാസ്റ്ററായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നു എന്നുള്ളത്. എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് എൻ്റെ ഒരു 15ാമത്തെ വയസ്സിൽ ഞാൻ ജോയിൻ ചെയ്തതാണ് കരാത്തേക്ക്. കുറേ കാലം അതിങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് കൊണ്ടു നടന്നു. കരാത്തെ പ്രാക്ടീസ് ചെയ്തു. പിന്നെ ജോലിയുടെ ഭാഗമായിട്ട് കുറച്ച് കാലമൊക്കെ വിട്ടു നിൽക്കേണ്ടി വന്നു. പിന്നെ ലൈഫിലൊരു വലിയ സ്ട്രഗിൾ വന്നപ്പോൾ എന്തുകൊണ്ട് കരാത്തെ ക്ലാസ് തുടങ്ങിക്കൂടാ എന്നുള്ളത് തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് 2 ക്ലാസ്സും അത്യാവശ്യം സ്റ്റുഡൻസും കെനിറിയു എന്ന് പറയുന്ന കരാത്തെ സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. ലൈഫിൽ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഗുണമായിട്ടുള്ളത് ഗുരുക്കന്മാരാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഗുരുക്കന്മാർ തന്നെയാണ്. കാരണം ജോൺ മാഷ്, നീ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാറുണ്ട്. നീ പ്രാർത്ഥിക്കുക, നിൻ്റെ ശബ്ദത്തിന് ഒരു പവർ ഉണ്ടാവും, നിൻ്റെ മനസ്സിന് ഒരു പവർ ഉണ്ടാവും. നീ പ്രാർത്ഥിക്കുന്ന ആ ഒരു സ്പെഷ്യൽ കാര്യം അപ്പം നടന്നില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു എനർജി, അല്ലെങ്കിൽ നീ നല്ലതിന് വേണ്ടി ആഗ്രഹിച്ചതിൻ്റെ ഒരു ഫലം നമുക്ക് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരിക. അത് നീ പോലും മറന്നുപോയ ഒരു പ്രാർത്ഥനയുടെ ഫലമായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് മുട്ടിയാൽ തുറക്കുന്ന ഏത് വാതിലിൻ്റെ മുമ്പിൽ പോയി നിന്നും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അല്ലെങ്കിൽ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് കണ്ണടച്ചിരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കാം. എൻ്റെ ആ മാഷിൻ്റെ ആ വാക്കുകൾ കരാത്തയിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പോഴും ഞാൻ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഫോളോ. അപ്പോൾ അതിലൊരു മെയിൻ കാര്യം ഇതാ, സിനിമകൾ നടക്കാതെ പോവുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ഒരു മെഡിറ്റേറ്റീവ് ലെവലിലോ മെഡിറ്റേഷൻ എന്നുള്ള രീതിയിലോ. അപ്പം ഇപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഗുണമാവുന്നുണ്ട്. ഒരുപക്ഷെ കരാത്തെ പോലും എനിക്കിപ്പോൾ ലൈഫിലൊരു ഉപകാരമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഏണിംഗ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, അല്ലാതെയും പലപ്പോഴും കരാത്തെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മളിലുള്ളൊരു വിശ്വാസം നമ്മൾ കെടാതെ സൂക്ഷിക്കുക. അതിന് ഏറ്റവും നല്ലൊരു പരിപാടിയാണ് മെഡിറ്റേഷനും പ്രാർത്ഥനയും എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ 2015 റേഡിയോ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുന്നത്. ഒരു തരത്തിൽ എടുത്തൊരു കടുത്ത തീരുമാനമാണ്. കാരണം എല്ലാവരും സിനിമയിലേക്കൊക്കെ സ്ട്രഗിൾ ചെയ്ത് തുടങ്ങുന്നത് മിക്കവാറും വളരെ ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ കുറേ പ്രായമായി എന്നല്ല, എന്നാലും അത്യാവശ്യം പ്രായമായി. ഞാൻ എൻ്റെ ഒരു 30ാമത്തെ വയസ്സൊക്കെ ആയ സമയത്താണ് റേഡിയോ വിടുന്നത്. അത് എൻ്റെ ലൈഫിലെ ഏറ്റവും മോശം തീരുമാനമാണെന്നാണ് എനിക്ക് ചുറ്റുമുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. കാരണം സ്ഥിര വരുമാനം നിന്നു പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നി. കാരണം ഞാൻ ആ സമയത്ത് ആ തീരുമാനം എടുത്തില്ലെങ്കിൽ
നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്താൻ നമ്മൾ ഇനിയും ഒരുപാട് മുന്നോട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് വെച്ച് ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നില്ലെന്നൊന്നുമല്ല. നമ്മൾ പൂർണ്ണമായിട്ടൊന്നും സെറ്റിലായിട്ടൊന്നുമില്ല. ഇപ്പോഴും അവസരങ്ങൾ അന്വേഷിച്ച് നടക്കുകയും കിട്ടാതെ പോവുകയും ഒക്കെ ചെയ്യുന്ന സെയിം പ്രശ്നങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യും. പിന്നെ സ്ഥിര വരുമാനം എന്നുള്ള രീതിയിൽ ഒട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ടൊന്നും സിനിമ നമ്മളെ സംബന്ധിച്ച് എപ്പോഴും മാറിയിട്ടില്ല. കാരണം ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് ആഗ്രഹം എന്നുള്ളതൊക്കെ മാറി നമ്മുടെ ആവശ്യവും അത്യാവശ്യമൊക്കെ ആയിട്ട് മാറും. കാരണം ജീവിക്കണമല്ലോ. അപ്പോഴാണ് നമ്മൾ മറ്റു മേഖലകളൊക്കെ കണ്ടെത്തി നിൽക്കുന്നത്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കണക്ക് പരീക്ഷയ്ക്ക് കണക്ക് തന്നെ നമ്മളിരുന്ന് പഠിച്ചു പോയി എഴുതണമല്ലോ എന്ന് പറയുന്ന പോലെ സിനിമ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ മേഖലയിൽ അതിനകത്ത് എന്താണോ നിങ്ങൾക്കുണ്ട്, ആക്ടിങ് ആണോ വേണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ നിൽക്കണം. അത് ഭയങ്കര സ്ട്രഗിളാണ്. കാരണം നമ്മുടെ ചുറ്റും വേറെ ഒന്നും ഇല്ലാതായിപ്പോയി നമ്മൾ മാത്രമാകുന്ന ഒരു സിറ്റുവേഷൻ വരും. ആ സമയത്ത് നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യും, നമ്മളെ തിരിച്ചറിയും, നമുക്കിത് പറ്റും എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം. ഇത് ഇപ്പോൾ സിനിമയിൽ മാത്രമൊന്നുമല്ല, ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവർക്കറിയാം. ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നാലാണ് അതിനകത്ത് എല്ലാ നഷ്ടങ്ങളും മനസ്സിലാക്കി നമ്മൾ അതിനകത്തൊരു എന്തെങ്കിലും ഒരു ലാഭം കണ്ടെത്തുള്ളൂ. അതൊരു തീരുമാനമാണ്. ആ തീരുമാനം എടുക്കാനുള്ള ഒരു ചങ്കൂറ്റം നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. എന്നിട്ട് തോറ്റ് പറ്റിയില്ലെങ്കിൽ നമുക്ക് അടുത്ത പണി നോക്കാമല്ലോ. നമ്മൾ ആരോഗ്യമുള്ളിടത്തോളം കാലം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാം. അപ്പോൾ ആ ധൈര്യം കൂടി ഉണ്ടായാൽ മതി. പ്രേമിച്ച് കെട്ടുന്ന പോലെയൊക്കെ തന്നെയാണ്. കൂടുതൽ പ്രാക്ടിക്കലായി കഴിഞ്ഞാൽ കല്യാണം നടക്കില്ല, അത്രേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ കേസ് സിനിമയിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വീണ്ടും റേഡിയോയിലേക്ക് തിരിച്ചു പോവുക. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ റേഡിയോയിൽ വർക്ക് ചെയ്തിരുന്ന 90% പേരും ഇപ്പോൾ ദുബായിലെ പല മേഖലകളിലായിട്ട് റേഡിയോസിൽ ആർജേസും ലൈഫ് നല്ല സാലറി പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള പരിപാടികൾ അല്ലെങ്കിൽ തിരിച്ചു പോകാം, ജോലി ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് നമ്മളെപ്പോഴോ ഒരു ഇഷ്ടത്തിന് തുടങ്ങിയ പരിപാടി ഇപ്പോൾ പ്ലാൻ ബി ആയി മാറിയിട്ടുണ്ട്. കരാത്തെ ക്ലാസ് എന്ന് പറയുന്നത് അത് ഭയങ്കര രസമുള്ളൊരു പരിപാടി. കാരണം കുറേ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. ഇനി ഇതൊന്നും പറ്റില്ലെങ്കിൽ പറഞ്ഞ പോലെ പുറത്തേക്ക് എവിടെയെങ്കിലൊക്കെ പോകാം എന്നൊക്കെയുള്ള അവസ്ഥയിലൊക്കെ തന്നെ നിൽക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. കാരണം ഇനി ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകളിൽ എല്ലാവരെയും പോലെ തന്നെ എനിക്കും നല്ല പ്രതീക്ഷയുണ്ട്. എന്തെങ്കിലും നമ്മുടെ സമയം തെളിയും എന്ന് നമുക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൂ. അതെല്ലാ കാര്യത്തിലും ഞാൻ ഭയങ്കരമായിട്ട് ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളായിരുന്നു. ആ പരിപാടി അങ്ങോട്ട് നിർത്തി. അത് ഒന്നാമത്തെ കാര്യം. കാരണം ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് നടക്കാതിരിക്കുമ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടുള്ള ആളാണ് ഞാൻ. കുറേയൊക്കെ നമ്മൾ ആ ഒരു ഫ്ലോയിൽ പോകണതാണ് നമുക്ക് നല്ലത്. അപ്പോൾ സങ്കടങ്ങളും ഇല്ലാതെ സമാധാനമായിട്ട് ഇരിക്കാം. കാരണം ഞാനിപ്പോൾ കുഞ്ഞൽദോ ചെയ്യുന്ന സമയത്ത് ഒരു സീൻ ചെയ്യുന്ന സമയത്ത് ആ സീൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു എനിക്ക്. ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇന്ന രീതിയിലൊക്കെ ചെയ്താൽ സൂപ്പറാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ആ സീൻ അഭിനയിക്കാൻ ചെന്നപ്പോൾ നമ്മൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വിഷ്വലിനെ അല്ല അത് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കില്ലല്ലോ, ഞാനല്ലല്ലോ സംവിധായകൻ. വളരെ കുറച്ച് സമയത്തിനുള്ള ആ സീൻ എടുക്കണമായിരുന്നു. കുറച്ച് ലെങ്തി സീനാണ്, പക്ഷേ വളരെ കുറച്ച് സമയത്തിനുള്ള ആ സീൻ എടുക്കണമായിരുന്നു. അങ്ങനെ ആകെ മൊത്തം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അന്ന് ആസിഫ് എൻ്റെ അടുത്ത് എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്. അത് ആസിഫിനോട് പറഞ്ഞിട്ടുള്ളത് ജഗതി, നമ്മുടെ പ്രിയപ്പെട്ട ജഗതി ശ്രീകുമാറാണ്, അദ്ദേഹമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് അഭിനയിക്കാൻ നിൽക്കുമ്പോഴും അങ്ങനെ ഒരുപാട് പ്രീ പ്ലാൻഡ് ആവാതിരിക്കുക എന്നുള്ള. കുറേയൊക്കെ നമ്മൾ ആ ഫ്ലോയിൽ പോയാൽ എപ്പോഴും നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. ഭയങ്കര രസമായിട്ടുള്ള ഔട്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഔട്ട് ചിലപ്പോൾ നമുക്ക് നല്ലത് കിട്ടും. ഇതേ അവസ്ഥ തന്നെ ലൈഫിലൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാടൊന്നും അങ്ങനെ പ്ലാൻ ചെയ്യണ്ട, പക്ഷെ നമുക്കൊരു വ്യക്തമായ തീരുമാനം വേണം. അത് തീരുമാനവും പ്ലാനിങ്ങും രണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ, ആദ്യം നമ്മളിത് രണ്ടും ഒന്നായിട്ടാണ് കണ്ടിരുന്നത്, അത്ര കുഴപ്പമുള്ളൂ. രണ്ടാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടും. നാളെ ഞാൻ ഈ പറഞ്ഞിട്ട് എൻ്റെ 2 പടമൊക്കെ ഇറങ്ങി ഒന്നും രക്ഷപ്പെട്ടില്ല, ഞാൻ വേറെ പണിയെടുത്തുമ്പോൾ എൻ്റെ അടുത്തൊന്നും ചോദിക്കരുത്, നീ അന്ന് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞേ എന്നൊന്നും ചോദിച്ചേക്കരുത്. രക്ഷപ്പെട്ട വന്ന് കൈ തന്നേക്കണം, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്, എൻ്റെ ചിന്തകളാണ്, എൻ്റെ ആഗ്രഹങ്ങളാണ്, എൻ്റെ ഇഷ്ടങ്ങളാണ് പറയുന്നത്. അത് ഞാൻ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരേ സമയം ടെക്നിക്കലിയും ക്രിയേറ്റീവും ആയിട്ടുള്ള ഒരു മേഖലയാണ് സിനിമ. അപ്പോൾ അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് നമ്മൾ ആഗ്രഹം കൊണ്ട് വരുന്നു, പിന്നെ നമ്മുടെ ആവശ്യമായി മാറുന്നു, നമ്മുടെ ജോലിയായി മാറുന്നു. അതിൻ്റെ വരുമാനം, പ്രോസസ്സ്, കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ 100 കൊല്ലത്തിട്ട് ചില നക്ഷത്രം തെളിയുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരു പോയിന്റിൽ സംഭവിക്കുമ്പോഴാണ് ഒരു നടനോ ഒരു നല്ല സംവിധായകനോ നല്ല ക്യാമറമാനോ അല്ലെങ്കിൽ അങ്ങനെ നല്ല ആർട്ട് ഡയറക്ടർ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അതെല്ലാം ഒത്തുവരിക എന്ന് പറയുന്നത്. ചില സിനിമകൾ ചെറിയ റോളാണെങ്കിലും നമുക്ക് ചിലപ്പോൾ നന്നായി ചെയ്യാൻ പറ്റും. നല്ല വലിയ റോൾ കിട്ടിയാലും ചിലപ്പോൾ നമുക്ക് അവിടുത്തെ സിറ്റുവേഷനിൽ നമുക്ക് ചിലപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് വരും. ചിലപ്പോൾ നമ്മുടെ പെർഫോം പാളിപ്പോയി എന്ന് വരും. ഇതെല്ലാം കൂടി ഒന്നിച്ച് കിട്ടുമ്പോഴാണ്, അതിനെയാണെന്ന് തോന്നുന്നു പൊതുവെ രക്ഷപ്പെട്ട സിനിമാക്കാർ ഭാഗ്യം കൂടി വേണം സിനിമയിൽ നിലനിന്ന് പോകാൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് കുറച്ച് ഭാഗ്യമുള്ള ഒരുത്തം വന്നിട്ട് ഒരു ദിവസം സിനിമയിൽ രക്ഷപ്പെടുകയൊന്നുമില്ല. അതിന് അവൻ്റെ സ്ട്രഗിളും അവൻ്റെ ക്രിയേറ്റിവിറ്റിയും അവൻ്റെ കഴിവും ഈ പറഞ്ഞ എല്ലാം കൂടി ഒത്തു വരുമ്പോൾ നല്ലൊരു സിനിമ സംഭവിക്കുമ്പോൾ രക്ഷപ്പെടുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സിനിമ ആർക്കും കിട്ടും, അത് അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. ഈ ഒരു സിനിമ കിട്ടിയതിന് ശേഷമുള്ളൊരു സർവേ ഉണ്ട്, അത് പ്രശ്നമാണ്. കാരണം അതൊരു സംവിധായകനായാലും ഒരു നടനായാലും എഴുത്തുകാരനായാലും ഒരു സിനിമ ചെയ്തതിന് ശേഷം പിന്നെ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, കാരണം ജോലിയുടെ ഭാഗമാണ്. ആഗ്രഹം എന്നുള്ളത് അവിടെയാണ് മാറി നിൽക്കുന്നത്. അപ്പോൾ അതിൽ സർവൈവ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും വീണ്ടും സിനിമകൾ കിട്ടുക, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ആളുകളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, സിനിമയ്ക്കകത്തും പുറത്തും. ഇത് രണ്ടും പ്രശ്നമാണ്.
നമ്മൾ ഇപ്പം ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിംസിന് കുറേ ആരാധകരുണ്ടായി, അതല്ലെങ്കിൽ ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിന് കുറേ ആരാധകരുണ്ടായി എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് അടുത്ത സിനിമ കിട്ടണമെന്നില്ല. സിനിമയ്ക്കകത്തും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വേണം. അന്ന് എല്ലാവരുടെയും പ്രീതി സമ്പാദിച്ച് ഒരു കാലത്തും നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളും നമ്മുടേതായിട്ടുള്ള മൂഡ് ചേഞ്ചും ഒക്കെ ഉണ്ടാവും. നമ്മളും പ്രതികരിച്ചൊക്കെ പോകും. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, ഒരു 100ഓളം ആൾക്കാരിൽ നിന്ന് നമുക്ക് വേണ്ട ആൾക്കാരെ കണ്ടെത്തി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്, അത് എങ്ങനെ സാധിക്കണേ എന്നുള്ളത് അത് സിനിമയുടെ മാജിക് തോന്നില്ല, അതും ഒരു മാജിക്കാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ കുറേ കിടന്ന് പണിയെടുത്തുകൊണ്ട് നടക്കണമെന്നൊന്നുമില്ല. വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എന്നിട്ട് നിങ്ങളെങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും സിനിമകൾ കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി നല്ല ടീമുകൾ, നല്ല സിനിമകൾ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു ലോങ് ജേർണി തന്നെയാണ്. ഒരു താരപുത്രനായാലും ശരി, ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വരുന്ന ഒരാളായാലും ശരി, ആ സ്ട്രഗിൾ ഒരുപോലെ ആയിരിക്കും. പലരും പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം നല്ല സൗഹൃദത്തിലായാലും പ്രണയത്തിലായാലും ഒരുപാടൊന്നും മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളത്. നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ആണെന്നും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുമെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന മനസ്സിലായ ഒരാളാണ് ഞാൻ അങ്ങനെ ആയിരുന്നില്ല, മനസ്സിലായ ഒരാളാണ് ഞാൻ. ഇത് നമ്മളങ്ങനെ ഒറ്റപ്പെട്ട് പോകുമ്പോൾ നമ്മൾ ഒന്നും അല്ല എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് ആദ്യം ഉണ്ടാവുക. നമ്മൾ വേസ്റ്റാണ്, നമ്മളെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളൂല, നമ്മൾ ഇനി എന്തിനാ മുന്നോട്ട് എന്നൊക്കെയുള്ള തോന്നലുണ്ടാവാൻ സാധ്യതകൾ എളുപ്പമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പയ്യെ പല കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യുക, എന്നിട്ട് തിരിച്ച് വീണ്ടും ഈ പോയിന്റിലേക്ക് വരിക. അടുത്ത ഒരു സുഹൃത്തെങ്കിലും ഉള്ളത് നല്ലത്. അതൊക്കെ തുറന്ന് പറഞ്ഞ് കേൾക്കാൻ പറ്റുന്ന ഒരാളുണ്ടാവുക, തുറന്ന് പറയാൻ പഠിക്കുക. ഞാൻ ചിലപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരായിരിക്കും നമ്മൾ ആ സമയത്ത് ബുദ്ധിമുട്ടിക്കുക, അങ്ങനെ ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും ആരെങ്കിലും ഒരാളെ നമ്മൾ കണ്ടെത്തുന്നത് നന്നായിരിക്കുന്ന തോന്നുന്നു. ഒരു പോസിറ്റീവ് മൈൻഡ് എപ്പോഴും നമ്മൾ ഇതില്ലെങ്കിൽ എന്നുള്ളൊരു സാധനം ഒരു പടി മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിനിമയിലേക്ക് മുന്നോട്ട് പോകും. കാരണം സിനിമ എന്ന് പറയുന്നത് പൂർണ്ണമായും ബിസിനസ്സാണ്. നമ്മളെ ആവശ്യമൊന്നുമില്ല. മമ്മൂക്ക ഇപ്പോഴും അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സിനിമയ്ക്ക് നമ്മളെ അങ്ങനെ ആവശ്യമൊന്നുമില്ല, അത് പൂർണ്ണമായും ബിസിനസ് തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മളെ എങ്ങനെ നമുക്ക് ആവശ്യക്കാരനാക്കി മാറ്റാം എന്നുള്ളത് നോക്കുക. ഇനിയിപ്പോൾ ആവശ്യമില്ലെങ്കിൽ അടുത്ത പരിപാടി നോക്കുക. അതല്ലാണ്ട്, കാരണം ഇതിൽ തീരുന്നൊന്നുമല്ലല്ലോ ഈ ജീവിതവും ഈ ഭൂമിയും. ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ വേറെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുക, അവസാനം വരെ സ്ട്രഗിൾ ചെയ്യുക. അപ്പോൾ ഒരു പോയിന്റിൽ നമുക്കുള്ളത് വരും എന്ന് തന്നെ ഞാനും വിശ്വസിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇറങ്ങാനിരിക്കുന്ന സിനിമ പോലും ഞാൻ ആ വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. ആ സിനിമ ഇറങ്ങുമ്പോൾ ഞാൻ രക്ഷപ്പെടുമായിരിക്കും. നീ നടന്നില്ലേ, അടുത്ത പരിപാടി പിടിക്കും. കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച് ലീഡ് റോളൊക്കെ വന്ന സിനിമകൾ ഉദ്ദേശ ഫലം നമുക്ക് കിട്ടിയിട്ടില്ല. ഇറങ്ങിയിരുന്നെങ്കിൽ അന്ന് ഇറങ്ങിയ രക്ഷപ്പെട്ടനെ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതായിരുന്നു വിധി. 10ാം ക്ലാസ്സിൽ ജീവിതം തീരുന്നു പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളൊരു തലമുറയിൽ വളർന്നു വന്ന ഞാൻ 10ാം ക്ലാസ് തൊട്ട് എത്ര പേര് നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നു. അപ്പോൾ കുറച്ച് നേരമായി ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ വന്ന വഴി കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ വന്നിട്ട് ആരെങ്കിലും ആരാടാ ഇവൻ എന്നൊക്കെ കമൻറ്റിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഞാനും ഒരു നടനാവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ അടുത്തൊരു സിനിമ ഉടനെ റിലീസുണ്ട്. അതിൻ്റെ അവസാന ഘട്ട മിനുക്കുപണികളാണ്. ഒരു റൊണാൾഡോ ചിത്രം എന്നാണ് സിനിമയുടെ പേര്. ഇന്ദ്രൻ സേട്ടൻ, നമ്മുടെ ലാൽ സാർ, അൽത്താഫ്, അശ്വിൻ, ചൈതന്യ പ്രകാശ്, ഹന്ന റജിക്കോശി, അങ്ങനെ ഒരുപാട് താരങ്ങളുള്ള സിനിമയാണ്. അതിലും ഒരു പ്രധാന വേഷത്തിൽ ഞാനുണ്ട്. സിനിമയ്ക്കുള്ള സിനിമയാണ്, അതിപ്പോൾ പറഞ്ഞിടാം. ബാക്കി നിങ്ങൾ സിനിമ കണ്ടാൽ മതി. ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നൊരു സിനിമയാണ്. ഇത്രയും പറഞ്ഞത് കേട്ടില്ല. ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. ഒരു വെള്ളി വെളിച്ചം എനിക്കും തരിക. ആ പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു.